ഹരേ കൃഷ്ണ. ഗുരുവായൂർ എന്ന പുണ്യഭൂമിയിൽ ഭക്തലക്ഷങ്ങളുടെ കണ്ഠത്തിൽ നിന്നുയരുന്ന നാരായണ നാമങ്ങൾക്കിടയിൽ ശ്രീലകത്തെ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് മുരളീധരനായിട്ടാണ് വിളങ്ങുന്നത്. ഉച്ചപൂജയ്ക്ക് ചാർത്തിയ കളഭാലങ്കാരം വെറുമൊരു അലങ്കാരമല്ല, അത് ഭക്തൻ്റെ ഹൃദയത്തിലേക്ക് ഈശ്വരൻ ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. ഇന്നത്തെ അലങ്കാരത്തിൽ ഭഗവാൻ ഏകദേശം 1.5-2 വയസ്സുള്ള ഒരു മിടുമിടുക്കൻ ഉണ്ണിയായിട്ടാണ് നിലകൊള്ളുന്നത്. ആ കുഞ്ഞു കാലുകൾ രണ്ടും പിണച്ചു വെച്ച് തളകൾ കിലുങ്ങുന്ന ഭാവത്തിൽ നിൽക്കുന്ന ആ മനോഹര രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. അരയിൽ ചാർത്തിയ പട്ടുകോണ കണ്ട് പുതിയ സ്വർണ്ണക്കിങ്ങിണി ഭഗവാനുണ്ട്. കഴുത്തിൽ പതക്കം ചാർത്തിയ മാലകളും കാശുമാലയെ പോലെയുള്ള ആഭരണങ്ങളും ഒക്കെ ചാർത്തിയിട്ട് മുരളി ഊതുന്ന ഉണ്ണിയുടെ അലങ്കാരമാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത്. ചുണ്ടോട് ചേർത്ത് വെച്ച ചെറിയ പൊന്നോടക്കുഴൽ, ലോകം മുഴുവൻ ആനന്ദിപ്പിക്കുന്ന ആ വേണുഗാനം പൊഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ ചുണ്ടുകളിൽ വിരിയുന്ന പുഞ്ചിരി ഏതൊരു ഭക്തൻ്റെയും ദുഃഖങ്ങൾ മാറ്റാൻ പോകുന്നതാണ്. ശ്രീലകത്ത് പൂക്കളുടെ ഒരു വസന്തം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. 3 തരം മാലകളാണ് ഭഗവാന്റെ തിരുമുടിയിൽ ചാർത്തിയിട്ടുള്ളത്. വെളുത്ത പുഷ്പങ്ങൾ മാത്രമുള്ളൊരു മാല, തെച്ചിപ്പൂക്കളും വെളുത്ത പൂക്കളും കൂടി ചേർത്ത് കെട്ടിയിട്ടുള്ള ഒരു മാല, പിന്നെ താമര പൂക്കൾ കൊണ്ടുള്ള ഒരു മാല. അങ്ങനെ 3 തരം മാലകളാണ് ഭഗവാന്റെ തിരുമുടിയിൽ ചാർത്തിയിട്ടുള്ളത്. ഭഗവാന്റെ കഴുത്തിൽ വലിയ തടിച്ചുരുണ്ട ഉണ്ടമാലകൾ ചാർത്തിയുണ്ട്. കറുത്ത കൃഷ്ണ തുളസിയും ചുവന്ന തെച്ചിപ്പൂക്കളും താമരയും ഇടകലർന്ന മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ശ്രീലകത്തിന് മുകളിൽ വിധാനായിട്ട് താമരയും തുളസിയും തെച്ചിയും കൊണ്ട് നിർമ്മിച്ച 7ഓളം ഉണ്ടമാലകളാണ് തൂങ്ങി ഇങ്ങനെ കിടക്കുന്നത്. ഈ അലങ്കാരം കാണുമ്പോൾ നമുക്ക് എന്താ തോന്നണേ? ഓടിച്ചെന്ന് ആ ഉണ്ണീനെ ഒന്ന് ആലിംഗനം ചെയ്യണം, ഒന്ന് എടുക്കണം എന്ന് തോന്നൂലേ? അതേപോലെയാണ് ഇന്നത്തെ അലങ്കാരം. ചെറിയ ഉണ്ണിവാവയാണ്. ആ ഉണ്ണിവാവയെ ഓടിച്ചൊന്ന് എടുത്താൽ മതി എന്ന് തോന്നുന്ന രീതിയിലാണ് അലങ്കാരം ഉള്ളത്. കാലിങ്ങനെ പിണച്ചു വെച്ച് നിൽക്കുന്ന ഉണ്ണീനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരമൊക്കെ വെടിഞ്ഞ് ഭഗവാനിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കും. ആ കുഞ്ഞിക്കാലുകൾ രണ്ടും മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് ഉറക്കെ ഭഗവാന്റെ നാമം ജപിക്കാം. നാരായണ 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 എന്നെല്ലാവർക്കും കൂടി ഒരുമിച്ച് നമുക്ക് നാമം ജപിക്കാം. ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പോടെ തന്നെ ആ ഭക്തിസാന്ദ്രമായ കാഴ്ച നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാം. എല്ലാവരും ഒരുമിച്ച് നാമജപത്തോടെ ആ പാതാരവിന്ദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.